നമസ്കാരം. ബംഗ്ലാദേശ് ക്രിക്കറ്റിൽ ഒരു വലിയ പൊട്ടിത്തെറിയാണിപ്പോൾ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കളിക്കാരും ബോർഡും തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധം തന്നെ. അപ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? നമുക്കിതിലേക്കൊന്ന് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. അപ്പോൾ നേരെ കാര്യത്തിലേക്ക് വരാം. എല്ലാവരുടെയും മനസ്സിലുള്ള ആ ഒരൊറ്റ ചോദ്യം, ബംഗ്ലാദേശ് ക്രിക്കറ്റ് ടീം എന്നേക്കുമായി പിളർന്നുപോയോ? ഈയൊരു ചോദ്യമാണ് ഇപ്പോഴത്തെ ഈ പ്രതിസന്ധിയുടെ എല്ലാം കേന്ദ്രബിന്ദു. കാര്യങ്ങൾ എത്രത്തോളം സീരിയസ് ആണെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാമോ? ബംഗ്ലാദേശിലെ കളിക്കാർ അവരുടെ സ്വന്തം രാജ്യം വിട്ട് മറ്റു രാജ്യങ്ങൾക്ക് വേണ്ടി കളിക്കാൻ പോലും തയ്യാറെടുക്കുന്നുവെന്ന ഞെട്ടിക്കുന്ന വാർത്തയാണിപ്പോൾ വരുന്നത്. ഇത് വെറുമൊരു സാധാരണ തർക്കമല്ല, അതിലും എത്രയോ വലുതാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എവിടെ നിന്നായിരുന്നു? എല്ലാത്തിനും തിരികൊളുത്തിയത് ഒരൊറ്റ തീരുമാനമായിരുന്നു: ലോകകപ്പ് ബഹിഷ്കരിക്കാനുള്ളൊരു തീരുമാനം. സംഭവം ഇതാണ്. 2026 T20 ലോകകപ്പ് ബംഗ്ലാദേശ് ഒരുപക്ഷെ ബഹിഷ്കരിച്ചേക്കാം, അല്ലെങ്കിൽ ICC തന്നെ അവരെ ടൂർണമെന്റിൽ നിന്ന് വിലക്കിയേക്കാം എന്ന ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഒരു പ്രഖ്യാപനം നടത്തി. ഈ ഒരു ഒറ്റ പ്രഖ്യാപനമാണ് പിന്നീട് നടന്ന സംഭവങ്ങളുടെ ഒരു പരമ്പരയ്ക്ക് തന്നെ തുടക്കമിട്ടത്. ബോർഡിന്റെ ഈ തീരുമാനത്തോട് കളിക്കാർ എങ്ങനെയാവും പ്രതികരിച്ചിട്ടുണ്ടാവുക? സീനിയർ താരം തമീം ഇക്ബാലിന്റെ വാക്കുകൾ കേട്ടാൽ മാത്രം മതി അത് മനസ്സിലാക്കാൻ. ഏതൊരു കളിക്കാരനും വർഷങ്ങളോളം കഷ്ടപ്പെടുന്നത് ഒരു ICC ടൂർണമെന്റിൽ കളിക്കാനാണ്. അതവരുടെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നമാണ് ഇവിടെ തകർക്കാൻ ശ്രമിച്ചത്. അങ്ങനെ ഒരു പ്രൊഫഷണൽ അഭിപ്രായ വ്യത്യാസമായി തുടങ്ങിയ ഈ വിഷയം വളരെ പെട്ടെന്നാണ് വ്യക്തിപരമായ ഒരു പോരാട്ടമായി മാറിയത്. കാര്യങ്ങൾ ശരിക്കും കൈവിട്ടുപോയത് ഇവിടെ വെച്ചായിരുന്നു. ബോർഡിന്റെ ഫിനാൻസ് കമ്മിറ്റി ചെയർമാനായിരുന്ന നസ്മുൽ ഇസ്ലാം തമീം ഇക്ബാലിനെ വിളിച്ചതെന്താണെന്നോ? ഇന്ത്യയുടെ ഏജന്റ്. ഇത് എരുതിയിൽ എണ്ണ ഒഴിക്കുന്നത് പോലെയായി. ഇതൊരു സാധാരണ വിമർശനമായിരുന്നില്ല, അതൊരു വ്യക്തിപരമായ ആക്രമണമായിരുന്നു. നോക്കൂ, എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ വഷളായത്. ആദ്യം ലോകകപ്പ് ബഹിഷ്കരണ വാർത്ത വരുന്നു. അതിനെതിരെ തമീം പ്രതികരിക്കുന്നു. നസ്മുൽ ഇസ്ലാം അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്രമിക്കുന്നു. അതോടെ കളിക്കാർ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗ് ബഹിഷ്കരിക്കുന്നു. അവസാനം ഗതികേട്ട് ബോർഡ് ഒരു ഒത്തുതീർപ്പിന് തയ്യാറായെന്ന് എല്ലാവരും കരുതി. എല്ലാം തീർന്നു, പ്രശ്നം പരിഹരിക്കപ്പെട്ടു എന്ന് നമ്മളെല്ലാവരും വിചാരിച്ചിരുന്ന ആ നിമിഷം, അവിടെയാണ് കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. ബോർഡ് കളിക്കാരെ ശരിക്കും ചതിക്കുകയായിരുന്നു. കളിക്കാർ സമരം ചെയ്തപ്പോൾ ബോർഡ് പറഞ്ഞു, ശരി, ഞങ്ങൾ നസ്മുൽ ഇസ്ലാമിനെ സ്ഥാനത്ത് നിന്ന് മാറ്റാം. എന്നാൽ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? അതേ വ്യക്തിയെ തന്നെ ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനായി ബോർഡ് തിരികെ നിയമിച്ചു. ഇതിനെ വഞ്ചന എന്നല്ലാതെ വേറെ എന്തു വിളിക്കാനാണ്? ഈ ഒരു തീരുമാനം കളിക്കാർക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ബോർഡിന്റെ ഈ ചതിക്ക് ശേഷം അവർ വീണ്ടും ഒന്നിച്ചു. ഇത്തവണ കൂടുതൽ ശക്തമായി ബോർഡിനെതിരെ തിരിഞ്ഞു. അതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ഗുരുതരമായ കലാപത്തിന് യഥാർത്ഥ കാരണം. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും? കളിക്കാരുടെ ഭാവി എന്താകും? ഈ ഒരു പ്രതിഷേധത്തിന്റെ ഫലമായി അവർ നേരിടാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്? അവരുടെ മുന്നിൽ ഇനി എന്ത് വഴികളാണ് ബാക്കിയുള്ളത്? ബോർഡ് വെറുതെ ഇരുന്നില്ല, പ്രതികാരം തുടങ്ങി. ആദ്യം തന്നെ കളിക്കാരുടെ ശമ്പളം നിർത്തിവെച്ചു. പിന്നെ ICC ടൂർണമെന്റുകളിലേക്കുള്ള വഴി പൂർണ്ണമായി അടച്ചു. ഭാവിയിൽ കൂടുതൽ ടൂർണമെന്റുകളിൽ നിന്ന് വിലക്കുകൾ വന്നേക്കാം. എന്തിനേറെ, വിദേശ താരങ്ങളെ ബംഗ്ലാദേശ് പ്രീമിയർ ലീഗിൽ നിന്ന് വിലക്കുന്നതുവരെ കാര്യങ്ങളെത്തിയേക്കാം. ചുരുക്കി പറഞ്ഞാൽ ബോർഡ് എല്ലാ വാതിലുകളും കളിക്കാരുടെ മുഖത്ത് കൊട്ടിയടച്ചു. ഈ ഒരു സാഹചര്യത്തിൽ ആ കളിക്കാർ എന്തു ചെയ്യും? സ്വന്തം രാജ്യത്ത് കളിക്കാനുള്ള എല്ലാ വഴികളും അടഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് മുന്നിൽ ഒരേ ഒരു ഓപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ: മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുക. USA, കാനഡ, നെതർലാൻഡ്സ് പോലുള്ള രാജ്യങ്ങൾക്ക് വേണ്ടി കളിച്ച് തങ്ങളുടെ കരിയർ തുടരുക എന്ന ദുഷ്കരമായൊരു തീരുമാനത്തിലേക്ക് അവരെത്തിയിരിക്കുകയാണ്. അപ്പോൾ കളിക്കാരും ബോർഡും തമ്മിലുള്ള ഈ പോരാട്ടത്തിൽ ആരുടെ ഭാഗത്താണ് ന്യായം? ബോർഡിന്റെ തീരുമാനങ്ങളെ നമുക്ക് ന്യായീകരിക്കാൻ പറ്റുമോ? അതോ കളിക്കാരുടെ പ്രതിഷേധമാണോ ശരി? ബംഗ്ലാദേശ് ക്രിക്കറ്റിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിച്ചേക്കാവുന്ന ഈ വലിയ വിവാദത്തെക്കുറിച്ച് നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.